നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ വിപുലമായി നടത്താനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത 2 മാസങ്ങൾ അതിനുവേണ്ടിയാണ്. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ ജില്ലാ തലങ്ങൾ വരെ ഈ ആഘോഷ പരിപാടികൾ നടക്കും. ഒരിടത്ത് നിരാഹാര സമരവുമായി ആശാ വർക്കർമാർ അവരുടെ പ്രതിഷേധം തുടരുമ്പോൾ, അതിനോട് അംഗൻവാടി അധ്യാപകർ കൂടി ചേരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ കഥ പറയുന്ന സംസ്ഥാന സർക്കാരിന് ഈ ആഘോഷ പരിപാടികൾ ധൂർത്ത് എന്ന വിമർശനം നേരിടേണ്ടി വരുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ ആദ്യ കോളർ ശശിധരൻ ആണ്. ശ്രീ ശശിധരൻ വയലാറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശശിധരൻ, ഒരു സർക്കാർ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായും അതിൻ്റെ വിജയഗാഹളമായിരിക്കുമോ ഈ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി വരിക? അതോ കേരളം വലിയ വിവാദമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കായിരിക്കുമോ ഈ ആഘോഷങ്ങൾ പോവുക? നമസ്കാരം മനു. നമസ്കാരം. ആദ്യമേ ഞാൻ പറയേണ്ടത്, ഇപ്പൊ നമ്മുടെ കുറച്ച് മഹിളകള്, പ്രായം കൂടിയവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, അവർക്കെല്ലാം നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും ഈ വനിതകളോട് ഒരു അനുഭാവം കാണിക്കണം. കാരണം നിങ്ങളുടെ ചാനലിലാണ് വനിതാ പ്രാതിനിധ്യം ഏറ്റവും കുറവ്. ഞങ്ങളുടെ ചാനലിലാണ് വനിതാ. കുറെ നാളായി നിങ്ങളോട് ഈ പരാതി പറയുന്നു. ഇതിനിടയ്ക്ക് എന്റെ പരാതി പരിഹരിച്ചതായിട്ട് ഒരു ദിവസം ഒരു വനിത വന്നു. അത് പൊതുവേദിയിൽ കുറവ് എന്നല്ലേ ഉള്ളൂ? പൊതുവേദി അല്ല, അല്ലാണ്ട് പൊതുവെ കുറവുണ്ട്. അല്ല, ബാക്കിയെല്ലാം വനിതകളാണ്. ഇവിടെ ആകെ ഞാനും കിരൺ ബാബു എന്ന 2 ആളുകൾ ഇവിടെ നിൽക്കുന്നു, മഞ്ജുട്ടുണ്ട്. ബാക്കി ഞങ്ങളുടെ കേസരികൾ എന്ന് പറയുന്ന എല്ലാം വനിതകൾ തന്നെയാണ്. നിങ്ങളുടെ എംബ്ലം യൂട്യൂബിൽ കാണുന്ന 7 പേരിൽ 2 പേരേ ഉള്ളൂ. 5 പേരും പുരുഷ കേസരികളാണ്. എംബ്ലത്തിൽ അല്ല, അത് മറ്റ് പല ആളുകളും ചേർന്ന്. പക്ഷേ ആ പ്രധാന റോളുകളെല്ലാം വനിതകൾക്കാണ്. മാത്രമല്ല, ഞാൻ ശ്രീ ശശിധരനോട് ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതിനൊരു പ്രൊഡ്യൂസറുണ്ട്, ഒരു നിർമ്മാതാവുണ്ട്. അയാളാണ് ഏത് സമയത്ത് ദൃശ്യങ്ങൾ വരണം, ഏത് സമയത്ത് ഞാൻ വരണം, ഏത് സമയത്ത് ടെലിഫോൺ എടുക്കണം, അങ്ങനെ മൊത്തത്തിൽ എന്നെ നിയന്ത്രിക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ്. അതൊരു വനിതയാണ്. അപ്പോൾ ഇത് വനിതകൾ എപ്പോഴും ചിലപ്പോൾ മുന്നിലുണ്ടായിക്കൊള്ളുന്നില്ല. ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് കരുത്തു പകരുകയും ശക്തി പകരുകയും ഒക്കെ ഞങ്ങൾക്കൊരു ബലമായി നിൽക്കുന്നത് എല്ലാം വനിതകളാണ്. അപ്പോൾ വനിതകളുടെ വലിയ ഒരു സാന്നിധ്യം ഉണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ ഹോൾ നെറ്റ്വർക്കിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന പൽക്കി ശർമ്മയെ പോലുള്ള വനിതകളുണ്ട്. അങ്ങനെ വനിതകളുടെ ഒരു വലിയ ഘോഷയാത്രയാണ് ഇവിടെ ഉള്ളത്. നല്ല കാര്യം. കാണുന്നില്ല അധികം പേര്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വാർത്താവതാരകർ ഏതാണ്ട് ഭൂരിഭാഗവും പുരുഷ കേസരികളാണ്. ആണ്. അത് ശരി. അല്ല, കാണണ്ടേ, രംഗത്ത് വരണ്ടേ? അല്ല, ഉണ്ടെന്നേ, വനിതകളുണ്ട്. നമ്മുടെ രാവിലത്തെ മുഴുവൻ ഷോ നയിക്കുന്ന വനിതകളാണ്. ഉച്ചയ്ക്ക് 3 മണിയുടെ മുഴുവൻ ഷോ നയിക്കുന്ന വനിതകളാണ്. എന്റെ ശ്രീമതി എന്നോട് ചോദിച്ചു, എന്ന് ഈ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളെന്ന് ചോദിച്ചു. നമുക്ക് പക്ഷെ പൊതുവേദിയിൽ വനിതകളില്ല എന്നുള്ളത് ഒരു പരാതി അങ്ങേക്കുണ്ട്. അതെനിക്കറിയാം. ഒരു കണക്കിന് നല്ല കാര്യമാണ്. കാരണം അവരാന്ന് പോലും വഹിക്കാതെ ചില ആളുകൾ കയറി വല്ലതൊക്കെ പറഞ്ഞെന്ന് വരും. അതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്കും കൂടെ നല്ലതാണ്. പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ അല്ല, അങ്ങനെ അവരെ അത്ര പേടിയുള്ളവരൊന്നും അല്ല കേട്ടോ. പറഞ്ഞാൽ തിരിച്ചു പറയാൻ കഴിവുള്ള ആളുകളാണ് നമ്മുടെ വനിതകൾ. അവരങ്ങനെ വെറുതെ പേടിപ്പിച്ചു വിടാമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ വിഷയത്തെ പറ്റി പറയുമ്പോ എന്നെ തലേണ്ട അമ്മാവാ ഞാൻ നന്നാകില്ല. നമ്മളിനിയിപ്പോ എത്രയെന്ന് ഇവരെ പറഞ്ഞാലും ശരി, അവരെന്ന് പറയുമ്പോഴത്തേക്കും അത്ര ഒരു കേഡറെന്നും പറഞ്ഞാൽ, കേഡർ എന്നാണ് ഉപയോഗിക്കുന്ന ഭാഷ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എവിടെ കിടന്ന് നിലവിളിച്ചാലും അവര് ജനമായിട്ട് കാണുന്നത് CPM എന്നുള്ള ഒരു കക്ഷി. ഇന്നലെ തന്നെ CPIക്കാരും മറ്റേ CPIക്കാരും പിന്നെ RJD ഓരോക്കെ പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം കേന്ദ്രം കൊടുക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെയൊക്കെ വാലിഡിറ്റി എത്രയുള്ളൂ? അവരാകപ്പാടെ മനുഷ്യരായിട്ട് കാണുന്നത് ഈ ഒരു പാർട്ടിയെയും ഇതാക്കാരെയും മാത്രം. എന്ത് ദൂർത്ത് നടത്താൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഏത് രംഗത്താണ് ഇപ്പൊ പരാതിയില്ലാത്ത? ഏതെങ്കിലും ഒരു രംഗം പറയാവോ പരാതിയില്ലാത്തത്? അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നം തീർത്തിട്ട് കാണിച്ച അല്പമെങ്കിലും അന്തസ്സും മാന്യത ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. സത്യമല്ലേ? നമുക്കിന്ന് നിറയെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഞാൻ ഏതായാലും അങ്ങയുടെ പ്രതികരണം വ്യക്തമാണ്. ഞാൻ അടുത്ത പ്രേക്ഷകരിലേക്ക് പോകുന്നു. മൊയ്തീൻ കുഞ്ഞ്. നമസ്കാരം. നമസ്കാരം.
ശ്രീ മൊയ്തീൻ കുഞ്ഞിന് എന്ത് തോന്നുന്നു? വാർഷികാഘോഷം ദൂർത്താകുമോ മൊയ്തീൻ കുഞ്ഞ്? മനു, ഇന്ന് 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനൽ വീണ്ടും കട്ടായി കിടക്കുകയാണ്. അതെ കേട്ടോ? അതെ അതെ, ഞാൻ ഇന്നലെ മനുവിന്റെ അടുത്ത് കിരണന്റെ അടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞതാ. അപ്പം നിങ്ങളുടെ ചാനല് ഈ സ്റ്റാർ സ്പോർട്സിൽ കിടക്കുകയാണ്. അല്ല, അത് നമുക്ക് നോക്കാം, ഞാൻ അത് പരിശോധിക്കാം. ഞാൻ അത് അങ്ങ് പറഞ്ഞല്ലോ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. എന്തുവാ വിഷയം? എന്തുവാ? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഒരു മിനിറ്റ്, എനിക്ക് ടെലിഫോൺ ഒന്ന് അത് പരിശോധിക്കണം. ഓക്കെ, ഏതായാലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെ വിപുലമായ പരിപാടികൾ ആഘോഷിക്കും. എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തരത്തിലാണ് പരിപാടികൾ. വിവിധ ആനുകൂല്യങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളെയും അതുപോലെ പ്രമുഖ വ്യക്തികളെയും ഒക്കെ കാണുകയും അവരുടെ പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. ബാലകൃഷ്ണൻ, ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ. യെസ്, നമസ്കാരം. നമസ്കാരം. പിണറായിയുടെ 5ാം വാർഷികവും ആഘോഷിക്കും സാർ. പിണറായി വളരെ ഹാപ്പിയാണ്. 32% വോട്ടുള്ള CPM-ഉം ഏകദേശം 19-20% വോട്ടുള്ള BJP-യും കേരളത്തിൽ ഒന്നിക്കാൻ പോവാ. അപ്പൊ ഭരണ തുടർച്ച അവർക്ക് ഉറപ്പാ. അവർ ആഹ്ലാദിക്കും, ആർമാദിക്കും. അതിനാരും അസൂയപ്പെടുത്തി കാര്യമില്ല സാർ. താങ്കളുടെ അഭിപ്രായം? ഹലോ, ഒരു മിനിറ്റ് സാർ, അങ്ങനെ വെക്കല്ല സാർ. 1 സെക്കൻഡ് കൂടി. ഹലോ, 1 സെക്കൻഡ് കൂടി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രഹസ്യമായിട്ടും 2026-ൽ അത് പരസ്യമായിട്ടുള്ള മുന്നണിയാണ് സാർ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇവരെത്ര വീണെടുത്ത് കിടന്നുണ്ടാലും ഒന്നും മാറില്ല സാർ. ഇത് റെഡിയാണ്. അവർക്ക് വിവേകം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അതുകൊണ്ട് അവർ BJP ആയിട്ട് കൂട്ടുകൂടി ഭരണത്തിന് മാത്രമേ ശ്രമിക്കൂ. വ്യക്തമാണ്, അധികാരത്തിൽ വരാൻ മാത്രം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സത്യൻ TA എനിക്ക് ഒരു അയക്കുന്നു. അദ്ദേഹം നമുക്കൊപ്പം പൊതുവേദിയിൽ ചേർന്നുണ്ട്. ദൂർത്തല്ല, ഇത് കമ്മ്യൂണിസമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, എൻ്റെ അടുത്ത കോളർ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ് ആലത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹൻദാസിനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ സംസാരിക്കാൻ പറ്റിയില്ല, തിരക്ക് കാരണമാണെന്നറിയാം. ഏതായാലും ശ്രീ മോഹൻദാസ്, ഇന്ന് ഈ വിഷയം ഇങ്ങനെ വീണ്ടും ഉയർന്നു വരുമ്പോൾ ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു? ആദ്യം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. കാരണം നമ്മുടെ പൊതുവേദിയില് ഈ പുരുഷന്മാരാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പുരുഷന്മാരാണ് കൂടുതൽ വിളിക്കുന്നത്. സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. അപ്പൊ കൊല്ലത്ത് നിന്നുള്ളൊരു ജയ എന്നൊരു സഹോദരി മാത്രമാണ് ഞാൻ കാണാറുണ്ട്. അപ്പൊ അത് മനു ഒരു ആഹ്വാനം അങ്ങോട്ട് ചെയ്യുന്നത്. നമ്മുടെ പല വനിതകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഈ പുരുഷന്മാർ നിരന്തരം ശ്രമിക്കുന്നു. ജയചേച്ചിയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡും കൂടി സഹായിച്ച് രണ്ടുപേരും കൂടെ ഇരുന്ന് വിളിച്ചിട്ടാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റു പല ആളുകളുണ്ട്. നമ്മുടെ ഇപ്പോൾ പാലക്കാട് നിന്ന് നസീബ വിളിക്കാറുണ്ട്, അങ്ങനെ പിന്നെ കായംകുളത്തുനിന്ന് ഒരു പെൺകുട്ടി. അപ്പോൾ നിറയെ പേര് വിളിക്കാറുണ്ട്. പക്ഷേ അവർക്കുള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ശ്രമിക്കുന്നത് പോലെ അങ്ങ് ശ്രമിച്ച് സഹായിച്ചൊക്കെ കിട്ടിയാലേ കുറേ പേരുടെ ഒരു പിന്തുണയൊക്കെ വേണം. അതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, ആവട്ടെ. അപ്പോ ഈ കാര്യത്തിനെ പറ്റി പറയാം. ഇത് ഖജാനാവിൽ പണമില്ല എന്നും ഏത് സമയം നോക്കിയാലും ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭരണകർത്താക്കൾ മുഴുവൻ. അതേസമയം ഇവരുടെ ദൂരത്തിനൊട്ടൊരു കുറവുമില്ല. ഈ പാവങ്ങൾക്ക് വല്ല ഈ പിച്ചക്കാശ് കൊടുക്കാൻ അവർക്ക് മടിയൊന്നും. അതേസമയം വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ കാശ് കൊടുക്കണമുണ്ട്, കൂട്ടി കൊടുക്കണമുണ്ട്. ഞാൻ വർണ്ണിക്കാനൊന്നും പോകുന്നില്ല. അപ്പോ ഇതിപ്പോ അതൊന്നുമല്ല. ഇതിപ്പോ ഈ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഈ ചെയ്യാൻ പോണത്. നവകേരളത്തിൽ കുറെ നശിപ്പിച്ചില്ലേ, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ആ പേരും പെരുമയൊക്കെ പുറത്താക്കുക, പുറത്ത് വരുന്ന ജനങ്ങളിലെത്തിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് നമ്മുടെ വോട്ടർമാരില്ല, ഞാനടക്കമുള്ള ആൾക്കാർ ഏത് തരത്തിലൊക്കെ വന്ന് വീഴുന്നത് അറിയില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇന്ന് നമുക്ക് ധാരാളം പ്രേക്ഷകരുണ്ട്. ഞാൻ പെട്ടെന്ന് നീങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണ് സർക്കാർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ എൻ്റെ എത്ര രൂപ കടമെടുത്തെന്ന് നോക്കിയാൽ മാർച്ച് 11 605 കോടി രൂപയാണ് ഇപ്പോൾ കടം എടുക്കാനായി സർക്കാർ കടപ്പത്രം ഇറക്കിയത്. ഓക്കെ, എന്നോടൊപ്പം ചേരുന്ന രവീന്ദ്രൻ. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അങ്ങക്ക് എന്ത് തോന്നുന്നു ശ്രീ രവീന്ദ്രൻ? സർക്കാർ അതിൻ്റെ 4ാം വാർഷികത്തിൽ ഗുണഭോക്താക്കളും പ്രമുഖ വ്യക്തികളുമൊക്കെയായി ചർച്ച നടത്തി അത് തങ്ങളുടെ വിജയം എങ്ങനെ വന്നു എന്ന് പരിശോധിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല സാറേ. ഇതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഘട്ടമായിട്ട് 8-9 മാസം കൂടെ ഉള്ളൂ. ഇനി ഇതിന് മാത്രമായിട്ട് തെറ്റ് പറയേണ്ട കാര്യമില്ല. ഇതുവരെയുള്ളതെല്ലാം നടന്നത് എങ്ങനെയാണോ അതേ രീതി ബാക്കിയും കൂടെ നടന്നു പോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സംവിധാനവും ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് അറിയിക്കാൻ വേണ്ടി ഒരു രേഖ പോലെ ഒരു കിടക്കുന്നുള്ളൂ. പിണറായി പാറപ്പുറത്ത് തുടങ്ങിയ പ്രസ്ഥാനം, പിണറായി കൊണ്ട് തീരുവാണ് ഈ പ്രസ്ഥാനം.
ഇന്ത്യ മഹാരാജ്യം നിന്നുമായിട്ട് ഈ 5-8 മാസം കൂടെ കഴിഞ്ഞാൽ ഇത് തൂത്തെറിയുന്നുള്ളതിനകത്ത് യാതൊരു മാറ്റമില്ല. അപ്പം നമുക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒന്ന് കാത്തു കെട്ടി വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഇതുപോലെയൊക്കെ കുറെ കാര്യങ്ങൾ നവകേരള സദസ്സിലേക്ക് യാത്ര നടത്തി ഇതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഇതായിട്ട് അടുത്ത തലമുറയ്ക്ക് ഓർക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, മുത്തശ്ശിക്കഥ പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇത് ആഘോഷിക്കട്ടെ, ഇതും കൂടെ ആഘോഷിക്കട്ടെ. നമുക്ക് 8-9 മാസത്തെ കേസിലും അതുകൊണ്ട് നമ്മൾ സഹിച്ച് തിരിച്ച് എങ്ങനെ നിന്ന് ഇത് ആഘോഷിക്കട്ടെ. അവരാഘോഷിച്ച് മനോഹരമായിട്ട് ആഘോഷിക്കട്ടെ. ശാപങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ ശാപമായി പ്രകടിപ്പിക്കുന്ന അമ്മ പെങ്ങന്മാരുടെ മുഴുവൻ ശാപവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ പാർട്ടി തീരാൻ പോകുന്നത്. അപ്പം നമ്മൾ സഹിക്കാന്നുള്ളൂ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും രവീന്ദ്രന് അതിനോട് യോജിപ്പില്ല. നമ്മുടെ അടുത്ത കോളർ ഏലിയാസ്. ശ്രീ ഏലിയാസ്, ഇത് ഒരു ധൂർത്താണെന്നാണ് ഇതുവരെയുള്ള ആളുകളൊക്കെ വിമർശിക്കുന്നത്. പക്ഷേ അത് ശ്രീ ഏലിയാസ് എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? ഇത് വലിയ പ്രതിസന്ധികൾക്കിടയിലൊരു ധൂർത്താണോ, അതോ ഇത് സ്വാഭാവികമായും ഒരു സർക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ജനങ്ങളുടെ മുന്നിൽ നടത്തേണ്ട ഒരു കാര്യമാണോ? അടുത്ത ഇപ്പോൾ എലക്ഷൻ വരുവാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബസ്സിൽ യാത്ര ചെയ്ത പോലെ ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണം. ഇപ്പോൾ 100 കാറൊക്കെ വാങ്ങാൻ പോവാന്നോ, 100 കോടിയുടെ കാറ് വാങ്ങാൻ പോവാന്നൊക്കെ പറയണേ. അത് ബഡ്ജറ്റിൽ ക്ഷേമനിധി ബോർഡിൽ 17 മാസമായി പെൻഷൻ കിട്ടിയിട്ട് 1 രൂപ തരാൻ ഇവരെ കൊണ്ടുവരില്ല. ഇവര് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങളുടെ വോട്ടൊന്നും സാറേ ഇനി ഈ CA2കാരൻ തന്നെ പറയുന്നത്, CA2ന്റെ വോട്ട് വരെ മാർക്സ് പാർട്ടിക്ക് കിട്ടൂല. ഓരോ വോട്ട് ഈ സർക്കാരിന് കിട്ടില്ല. ഈ സർക്കാരിന് അതുകൂടി വെള്ളിയാഴ്ചയായിട്ട് മാറും. 8-9 മാസം കൂടെ തൊലച്ചോട്ടെ. നമ്മുടെ നീലിപ്പണാണല്ലോ, എടുത്ത് എന്തെങ്കിലും കാണിച്ച് കൂട്ടിക്കോട്ടെ. ഇനി ഇവര് രക്ഷപ്പെടില്ല. ഇങ്ങനെ ഈ സാധനം ഈ കേരളത്തിലുണ്ടാവില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിനു മുൻപ് ഞാൻ ഈ കൃഷ്ണദാസിൻ്റെ കമൻ്റ് ഒന്ന് വായിച്ചോട്ടെ. കൊട്ടിയില്ലെങ്കിലും പറ തോളിൽ കിടക്കട്ടെ എന്നാണ് സാഹചര്യം എന്ന് കൃഷ്ണദാസ് പറയുന്നു. രാജീവേട്ടി ദൂർത്താണെന്ന് പറഞ്ഞു. ശ്രീമായ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ജനങ്ങളെ എത്ര കൊള്ളയടിച്ചാലും ഞങ്ങൾ ദൂർത്ത് ഒരു കാരണവശാലും കുറയ്ക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. മനു, ഇതാണ് കമ്മ്യൂണിസം, പാവപ്പെട്ട ആശമാരുടെ കാര്യം കഷ്ടമാണ്, വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് മനു ഇത് കാണുന്നത് ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. നേരത്തെ സ്ത്രീകൾ കൂടുതൽ വിളിക്കണം എന്നൊരു പ്രേക്ഷകൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ സതി ബാബുരാജിന് അവർ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഗോപകുമാർ പറയുന്നു, അല്പൻ ഐശ്വര്യം പറഞ്ഞാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കും. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ദൂർത്ത് എന്തിലാ കാണിക്കുന്നത്, അപ്പോൾ ഇത് മാത്രമായി കുറയ്ക്കേണ്ട എന്ന് പറയുന്നു. മനുബായ്, ആ കണ്ണടയൊന്ന് ടെസ്റ്റ് ചെയ്യണേ. ബുധൻ പൊതുവേദിയിൽ ഞാൻ 600 രൂപ എന്നത് 6000 എന്ന് വായിച്ചു. ഓക്കെ, ശരി, അത് എനിക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കാം. 600-6000 ഞാൻ തെറ്റി വായിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വരാം. ഇപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായും സർക്കാർ എന്ത് ചെയ്തു എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിനുണ്ട്. 4ാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് ശ്രീ ചാത്തന്നൂർ രാധാകൃഷ്ണൻ കാണുന്നുണ്ടോ? ഒരു തെറ്റും അതിൽ കാണുന്നില്ല. കാരണം ഒരു ഗവൺമെന്റ് അതിന്റെ കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ വിമർശനം ഉണ്ടാവും. രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വന്നാലും എതിർ പാർട്ടികളും അല്ലെങ്കിൽ അവരെ എതിർക്കുന്നവരും രാഷ്ട്രീയ വിചക്ഷണന്മാരും എല്ലാം അതിനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവർ വിമർശിക്കും. അതൊന്നും കാര്യമില്ല. നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അവർ കണക്ക് വെച്ച് ഓരോ ജനങ്ങൾക്കും അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പൊ എനിക്ക് 55 വയസ്സുണ്ട്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ വളർന്ന സാഹചര്യമല്ല ഇപ്പൊ ഭൗതികമായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. സമസ്ത മേഖലകളിലും മാറി. പഴയ കാലം നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിവിടെ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നു. എന്റെ ഒന്നും ചെറുപ്പത്തിൽ ആശാമാരും അയൽക്കൂട്ടവും ഒന്നുമില്ലായിരുന്നു. ഒരു ഗവൺമെന്റ് സംബന്ധിച്ച് കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുമ്പോൾ കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഭരണപരമായിട്ടുള്ള കാലാനുസൃതമായിട്ട് ഒരു ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ നടത്തും. അത് ധൂർത്തൊന്നും പറയാൻ കഴിയില്ല. കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ കാര്യങ്ങൾ നടത്തുന്ന കാലമായിരുന്നു. ഇന്ന് സംവിധാനങ്ങളെല്ലാം മാറി. കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന് വേണം. എന്തെങ്കിലും അറിയാത്ത ഒരാള് ബാലിശമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു പെൻഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു തടസ്സമുണ്ടായി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഒരു ഗവൺമെന്റിന് കേവലം 1-2 വിഭാഗങ്ങളുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. പഴയ കാലത്തെ കണക്കല്ല. അനുദിനം ഭരണ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് സമാന്തര ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞു, ആശയായാലും അയൽക്കൂട്ടമായാലും അത്തരത്തിലുള്ള ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു. ഇതിനൊക്കെ പണം വേണ്ടേ? നമുക്ക് അതിനനുസരിച്ച് കേരളത്തിൽ കൃഷിയോ വ്യവസായമോ ഇല്ല.
നമുക്ക് ആകെ കിട്ടുന്ന പരിമിതമായ നികുതി പണം കൊണ്ടാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. കേന്ദ്ര സർക്കാരാണെങ്കിൽ നമ്മളെ വിഹിതം തരുന്നില്ല. ഈ ഒരു ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലാതെ മറ്റൊരു ഗവൺമെന്റ് ആണെങ്കിൽ ഈ സംസ്ഥാനത്ത് UDF-ന്റെ ഒക്കെ നമ്മൾ ഭരണം കണ്ടല്ലോ. അവർ ഒരു നിസ്സാര കാര്യം വന്നാൽ രാജിവെച്ച് മുഖ്യമന്ത്രി മാറുന്ന UDF-ന്റെ ഭരണം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 9 വർഷം ഈ കോവിഡ് തൊട്ട് ഇങ്ങോട്ട് ലോകം സ്തംഭിച്ചു. നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലേക്ക് നമ്മളെ ലോകം സ്തംഭിച്ചപ്പോൾ അതിനനുസരിച്ച് പ്രളയങ്ങൾ എല്ലാം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള 9 വർഷങ്ങളായിരുന്നു. ഈ സർക്കാർ അല്ലെങ്കിൽ UDF-ഓ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ 365 ദിവസം തികയ്ക്കാൻ കഴിയില്ല. പ്രതിസന്ധികളുടെ മുകളിൽ ത്യാഗത്തിന്റെ മേളിൽ നിന്ന ഒരു ആർജവമുള്ള സർക്കാർ, ഇടതുപക്ഷ സർക്കാർ. അവർക്ക് അവരുടെ ഹൃദയം ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഈ ചെയ്യുന്നത്, ഒരു ദൂർത്തല്ല. ഈ ജനങ്ങൾ വീണ്ടും മൂന്നാമത് വരും എന്ന് പറയുന്നത് മുല്ലപ്പള്ളി വരെ പറഞ്ഞു, കോൺഗ്രസ്സുകാർ വരെ പറഞ്ഞല്ലോ, മൂന്നാമതും ഈ സർക്കാർ വരും എന്ന് പറഞ്ഞാൽ സാക്ഷര കേരളത്തിൽ വിവരമുള്ളവരുണ്ട്. അവർക്കറിയാം. അവര് നമ്മളെ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച ആൾക്കാരാണ്. ഓരോ വർഷവും അവർ ബഡ്ജറ്റിനനുസരിച്ച് അവരുടെ മനസ്സിനെ പ്രാപ്തപ്പെടുത്തിയവരാണ് കേരളത്തിലെ ജനങ്ങള്. ഈ സർക്കാരിന്റെ അറിവബോധമില്ലാത്ത ഒരു ചെറിയ വിഭാഗം എന്തെങ്കിലുമൊക്കെ പിണറായിയെ കുറ്റം പറഞ്ഞു എന്നൊന്നും കരുതിയൊന്നും കേരളത്തിൽ വരാൻ പോകുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൂടുതൽ പ്രേക്ഷകർ നമുക്ക് കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. മുരളീധരൻ നായർ പറയുന്നു, ഇവിടെയൊക്കെ കുത്തകപ്പാടം പിടിക്കുന്നവർ അടുത്ത ടെന്യൂർ കിട്ടില്ല എന്ന് ഉറപ്പായാൽ തേങ്ങയും കരിക്കും കൊച്ചങ്ങയും വരെ വെട്ടിയിറക്കും എന്ന് പറയുന്നു. ഓക്കെ, 9 വർഷം മുമ്പ് വരെ പവർ കട്ട് ഒരു നിത്യപരിപാടിയായിരുന്നു. അതുമാത്രം ഇതുവരെ വിളിച്ച മാന്യന്മാർ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ദിലീപ് കുമാർ സർക്കാരിനെ പിന്തുണയുകയാണ്. പവർ കട്ട് ഇല്ലായിരുന്നു എന്ന് പറയുന്നു. രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനെ പിന്തുണച്ചുകൊണ്ട് ഷാജി ബാക്സ്കർ അദ്ദേഹത്തിന് തംസപ്പൊക്കെ അയക്കുന്നുണ്ട്. KC തോമസ് പക്ഷേ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനോട് യോജിക്കുന്നില്ല കേട്ടോ. അദ്ദേഹം പറയുന്നത് അത് ഒരു നെഹ്റു ട്രോഫി ദിക്ഷാക്ഷി വിവരണം പോലെയായി എന്നാണ് പറയുന്നത്. യോജിക്കുകയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ബെസ്റ്റ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, തിലകൻ നമ്മുടെ തിലകൻ തൃപ്പൂണിത്തറയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ശ്രീ തിലകൻ, തിലകനെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു വലിയ സങ്കടമാണ്. എനിക്ക് വലിയ സന്തോഷമായി. ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ പാട്ടിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. പാട്ടിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാവരും ഇപ്പൊ ഒരു പാട്ടൊരു അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടി തുടങ്ങാം. കഴിഞ്ഞ കാലം മധുരിതരാഗം കനവുകൾ പൂവണിഞ്ഞ കാലം, ഒരു ചെറുകൂട്ടിൽ രണ്ടിണക്കിളികൾ, ഒരു ചെറുകൂട്ടിൽ രണ്ടിണക്കിളികൾ ഒരുമിച്ചു പാടിയ കാലം, ഒരുമിച്ചു പാടിയ കാലം. സാറേ, ആ കാലം ഒരുമയുടെയും ആ പാട്ടിന്റെയും കാലമൊക്കെ ഈ നാളുകളിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് സാറേ. ഈ ഭരണം വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയട്ടെ. പിണറായി വിജയനോട് കൂട്ടരോട് എനിക്ക് വ്യക്തിപരമായ ഒരു വിയോജിപ്പില്ല കേട്ടോ. ഒരു കാര്യം, പ്രകൃതി ഇവർക്കെതിരെയാണ്. മറ്റേ ഓക്കിച്ചാറ്റി, മറ്റേ നിപ്പ, മറ്റേ ഇതൊക്കെ, പിന്നെ ആനയും പുലിയും കരടി ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു. കാരണം അവർക്ക് പോലും മടുത്ത് ഭരണം കൊണ്ട് ഞാനെന്ന ഭാവം ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്ന കണ്ടില്ലേ? അവിടെ എല്ലാം ഇത് പാർട്ടിയുടെ പരിപാടി, ഇവരെല്ലാവരും ആക്ഷേപിക്കുന്നു. വ്യക്തമാണ്. ശ്രീ തിലകൻ, നമുക്ക് നിറയെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങയുടെ മുഴുവൻ കേൾക്കാൻ കഴിയാത്ത. ഏതായാലും പാട്ട് ഗംഭീരമായിരിക്കുന്നു. പാട്ടിനെ ഞാൻ അനുമോദിക്കുന്നു. അലക്സ് എനിക്ക് എഴുതുന്നത് 9 കൊല്ലം മുമ്പ് 2 രൂപ 3 രൂപ കൊടുത്താൽ ഒരു യൂണിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 8 രൂപ മുതൽ 12 രൂപ വരെ കൊടുക്കണം യൂണിറ്റ്. അപ്പോൾ ഈ പവർ കട്ട് ഇല്ലാത്തൊരു കേരളം എന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞതിനോട് മറുപടി ആയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്ത ബിനോയ്, നമുക്കിന്ന് ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ ഈ വാർഷികാഘോഷങ്ങളിൽ എങ്ങനെ നോക്കിക്കാണുന്നത്? വലിയ ഗംഭീരമായി നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. വാർഷിക ആഘോഷം നടത്തുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് ഒന്നും തന്നെ ഈ നാട്ടിൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 9 വർഷമായി സത്യം പറഞ്ഞാൽ എല്ലാ മേഖല, ഇപ്പം ലൈവായിട്ട് ആശാ വർക്കർമാരും അതുപോലെ തന്നെ അംഗൻവാടി തൊഴിലാളികളും മാത്രമല്ല എല്ലാ മേഖലയിലുള്ള ആളുകളും അസംതൃപ്തിയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, മനു, ഈ ഗവൺമെന്റ് ഈ 9ാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ആ പെൻഡിങ് സാലറി ഉള്ള ഒരുപാട് പേരുണ്ട്. മോട്ടാർ തൊഴിലാളി യൂണിയൻ ആയാലും അങ്ങനെ ഒരുപാട്, അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആഘോഷിക്കാനുള്ള പൈസ സാധാരണക്കാർക്ക് എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ കൊടുക്കുക. ഇവിടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു തന്നെ എനിക്ക് പറയുവാനുള്ളത്, ഇനി ഒരു ഇലക്ഷൻ, നാളെ ഒരു ഇലക്ഷൻ നടന്നാൽ 110 സീറ്റിലും
CPM-ഉം LDF-ഉം തോൽക്കും. അതിന്റെ അർത്ഥം ഒരു UDF ഗവൺമെന്റ് ഇവിടെ വരും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തൊഴിലാളികളുടെ ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ്. ആ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരിക്കുന്നത് തൊഴിലാളികളെയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും CIT കാരനുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ആ CIT കാരനൊന്നും ഇനി CIT എന്നൊന്നും പറഞ്ഞ് നടക്കുന്നത് അത്ര ഭംഗിയല്ല എന്നാണ് എനിക്ക് ഇന്നത്തെ നമുക്ക് സമയം ഇന്ന് വളരെ കുറവായത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ നിരവധി ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ഞാൻ സാധാരണ ബിനോയ് നമ്മൾ ധാരാളം സംസാരിക്കുന്നതാണ്, വ്യക്തമാണ്. ബിനോയുടെ അഭിപ്രായം വ്യക്തമായി. ഷിജു D പറയുന്നത് പുതിയ രക്ഷാപ്രവർത്തനം ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദാസൻ. ശ്രീ ദാസൻ, ശ്രീ ദാസൻ, ഇന്ന് നമുക്ക് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടും ഒന്ന് ചുരുക്കി താങ്കളുടെ ഇത് പറയാം. നമുക്ക് വിശദമായി സംസാരിക്കാവുന്ന ദിവസങ്ങളുണ്ട്. ഞാൻ 233 രൂപ വാങ്ങുന്ന ആശാ വർക്കർമാർക്കും ഒരു ഗതിയില്ലാതെ ഈ 1500 പെൻഷൻ വേണ്ടി കാത്തിരുന്ന പാവപ്പെട്ടവരും കൊടുക്കാൻ മാത്രമേ പൈസ കാണുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു മന്ത്രിക്ക് 1.25 ലക്ഷം രൂപ 2 ദിവസം ആശുപത്രിക്കാണ് ചെലവായത്. ഇപ്പൊ നമ്മളെ പുതിയ മന്ത്രി കേണുവിന് 90 ലക്ഷം രൂപ നേരെ വീട്ടിൽ മോദി എടുത്ത് ചെലവായത്. ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ ആർഭാടത്തിന് ചെലവുണ്ട്. പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ നോക്കാൻ മാത്രമേ പൈസ ഇല്ലാണ്ടുള്ളൂ. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ കണ്ണ് തുറന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക. ഇവിടെ 45 ലക്ഷത്തിന് കാൽത്തൊഴുത്തിനാക്കാൻ പൈസയുണ്ട്, 3 ലക്ഷത്തി 72,000 ചാണകപ്പൊടി എടുക്കാൻ പൈസയുണ്ട്, 1.5 കോടി രൂപ ഓരോ മാസം കൊടുത്ത് ഹെലികോപ്റ്റർ വാടക എടുക്കാൻ പൈസയുണ്ട്. ഈ KV തോമസിനും മറ്റുള്ള ആൾക്കാർക്കും ഇരട്ടി 100% പറഞ്ഞെടുക്കാൻ പൈസയുണ്ട്. സമയമില്ല, പറയാൻ കഴിയില്ല, പറഞ്ഞാൽ തീരൂല. ഓക്കെ, ഏതായാലും ശ്രീ ദാസൻ എന്ന് നമ്മുടെ ഒരു പ്രശ്നം മനസ്സിലാക്കി അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നിരിക്കുന്നു. ഓക്കെ, ജയകുമാർ പറയുന്നത് 91 MLA-മാർ ഇറങ്ങി ഇലക്ഷൻ പ്രചരണം നടത്തുന്നതിനേക്കാൾ നല്ലത് രാധാകൃഷ്ണൻ ചാത്തന്നൂർ അത് നടത്തുമെന്നാണ്. ഓക്കെ, അത് അങ്ങനെ നമ്മൾ വ്യക്തിപരമായ അധിക്ഷേപം വേണ്ട. കാരണം നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, ജയകുമാറും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അദ്ദേഹം പറയട്ടെ, ജയകുമാറും പറയട്ടെ. അഹമ്മദ് ബാബ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം അഹമ്മദ് ബാബ ലൈനിൽ ഉണ്ടായിരുന്നപ്പോഴാണ് മറ്റൊരു പ്രധാന വാർത്ത വരികയും നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നത് ഞാൻ അറിഞ്ഞപ്പോൾ അത് വലിയ വിഷമമുണ്ടാക്കിയൊരു കാര്യമായത്. അതായത് ഇന്ന് അങ്ങയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ സർക്കാർ പിന്നെ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ഹൃദയം തുറന്നു വെക്കുന്നു എന്നാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ പോലുള്ളവർ അതിനെ വിശകലനം ചെയ്ത്. അങ്ങക്ക് എന്ത് തോന്നുന്നു? ദൂർത്താണോ, ഹൃദയം തുറന്നു വെക്കലാണോ? നമസ്കാരം. അന്ന് പിന്നെ പ്രധാന വാർത്ത ആയതുകൊണ്ട് എനിക്ക് അതിന് പരാതിയില്ല. പിന്നെ ഒരു കാര്യം ഈ പൊതുവേദിയിൽ ഇതിൽ അഭിപ്രായം പറയുന്നതിന് മുന്നേ പെട്ടെന്ന് ചോദിക്കട്ടെ. അത് പൊതുവേദിയിൽ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കാണ് സുനിത വില്യംസിന്റെ മടക്കയാത്ര എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 അത് കണ്ടില്ല. ആര് പറഞ്ഞു? നമ്മൾ അത് വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല നമുക്കത് ഓൺലൈൻ രാത്രി ആ മുഴുവൻ സമയം അതിൻ്റെ സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതിരിക്കും. നമ്മുടെ ഇംഗ്ലീഷ് ചാനലിലുണ്ട്, നമ്മുടെ ഹിന്ദി ചാനലിൽ എല്ലാം അത് വളരെ വിപുലമായി. മലയാളം ചാനലിൽ അത് കണ്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല, അങ്ങനെ ചെയ്യില്ല. നമ്മൾ രാവിലെ തൊട്ട് സ്പെഷ്യൽ ഷോയൊക്കെ സംഘടിപ്പിച്ചു. അത് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എന്ത് വിധത്തിന് വാർഷികം ആഘോഷിക്കുന്നു അറിയില്ല. ദൂരത്തിന്റെ വാർഷികോ ഈ ഗവൺമെന്റ് ഒരു വിധത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ചൂരൽമല മുതൽ ആശാ വർക്കർമാര് വരെ, അംഗനവാടികള്, റേഷൻ ഷാപ്പുകള്, എല്ലാ സമസ്ത മേഖലയിലും പരാജയമുള്ള ഒരു ഗവൺമെന്റ് ഇനി എന്താഘോഷിക്കാനാണ് ഇതിന്റെ അവസാനം? ധാരാളം പ്രേക്ഷകര് കാത്തു നിൽക്കുന്നതുകൊണ്ട് ധാരാളം പറയാനുണ്ട് ഇതില്. പക്ഷെ പ്രേക്ഷകർ ഇനിയും പുറകിലുള്ളത് കൊണ്ട് താങ്ക് യു. യെസ്, നമുക്ക് അഹമ്മദ് ബാബയുമായിട്ട് നമുക്കൊരു ദിവസം വളരെ വിശദമായി സംസാരിക്കാം. സുനിമോൾ പറയുന്നത് അവർ ചെയ്തോട്ടെ, ദൂർത്താവാതിരുന്നാൽ മതി, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ചെയ്തോട്ടെ, ആശമാർക്കും തൊഴിലുറപ്പുകാർക്കും ഓണറേറിയം കൂട്ടാനും വേതനം നൽകാനും തുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലായിരിക്കണം സുനിമോൾ പറയുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് വാർഷികാഘോഷം നടത്തട്ടെ എന്ന് പറയുന്നു. ഗോപാകുമാർ പറയുന്നു എന്താ സർക്കാരിൻ്റെ ദൂർത്തിനെ അനുകൂലിക്കുന്നവരോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ജയ കൊല്ലത്തുനിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീമതി ജയ,
ഒരു വലിയ ആഘോഷ പരിപാടിക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ്. ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരാണ് ചെയർമാൻമാർ, ജില്ലാ കലക്ടർമാർ അതിൻ്റെ ജനറൽ കൺവീനർമാരാകുന്നു. ജില്ലാ സംഘാടക സമിതികളൊക്കെ രൂപീകരിച്ച് ശക്തമായ ഒരു പ്രവർത്തനം നടത്താൻ പോകുന്നു. നേതൃത്വം എല്ലാവരും നൽകും. മാർഗനിർദ്ദേശങ്ങൾ, തുടർ നടപടികൾ ഒക്കെ ചീഫ് സെക്രട്ടറിയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. ശ്രീ ജയ, ഈ വാർഷികാഘോഷത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഇത് വിവാദം തന്നെയാണ്. കാരണം ഈ ആശാ വർക്കർമാര്, അംഗനവാടി ടീച്ചേഴ്സ് ഒക്കെ സെക്രട്ടേറിയറ്റ് നടയില് സമരം കിടക്കുമ്പം അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്ക്. ഈ വാർഷികാഘോഷമൊക്കെ അവര് ഉറപ്പായിട്ടും പറയുന്നില്ല ഇനിയും അവര് വരുമെന്ന്. അവര് വരുമ്പോ ആദ്യത്തെ വർഷം അങ്ങ് ആഘോഷിക്കാം. ഇപ്പൊ ഇറങ്ങി പോവാൻ പോകുമ്പോ എന്തിനാ ഈ 10ാമത്തെ വർഷമെന്നും പറഞ്ഞ് ആഘോഷിച്ച് ഈ പൈസ കളയേണ്ട കാര്യമില്ല. പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ കരച്ചില് കണ്ടോ? മനു കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു തീർപ്പ് അവര് കൽപ്പിക്കട്ടെ. അല്ലാതെ തൂർത്തടിച്ച് പിന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പോലെ ഇതിന്റെ ആഘോഷിക്കേണ്ട ഒരാവശ്യവും ഇല്ല മനു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ രാജൻ, ഒരു സർക്കാർ 4 വർഷം പ്രവർത്തിച്ചതിന് ശേഷം അവരൊരു വിപുലമായ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു. ഒരു വശത്ത് പട്ടിണി സമരങ്ങളുണ്ട്, നിരാഹാര സമരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പണം കിട്ടാത്ത മനുഷ്യരുണ്ട്, തൊഴിലാളി ക്ഷേമ പെൻഷൻ കിട്ടാത്തവരുണ്ട്. അതൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യണ്ടേ? സാറേ, ഞാൻ ആദ്യം പറയേണ്ടത് ഈ പൊതുവേദിയില് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ നല്ല കാണാൻ കൊള്ളാവുന്ന ആൾക്കാരെ കൊടുക്കണം. കാരണം വെച്ചാൽ വൈകുന്നേരം ഒരു ഉന്മേഷവും ഉന്മാദവും ഒക്കെ വരാൻ വേണ്ടി നല്ല ആൾക്കാരെ വേണം. അല്ലാതെ ഈ എയർ ഇന്ത്യയിലെ ഈ അങ്ങനെയല്ല, കാണാൻ കൊള്ളാത്തവർ, കാണാൻ കൊള്ളാവുന്നവർ എന്ന 2 തരം വകതിരിവ് ന്യൂസ് 18-ലില്ല. ഇവിടെ ഞങ്ങളുടെ വാർത്തകൾ ശക്തിയുക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ല നിലപാടുള്ള ഉരുക്കു വനിതകൾ, അവരെയാണ് ഞങ്ങൾ അവര് കാണാൻ കൊള്ളാവുന്നത് അങ്ങനെ ഞങ്ങൾ വേർതിരിക്കാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നല്ല സൗന്ദര്യമുള്ളവരാണ്. ഒരു മിനിറ്റ്. അല്ലാതെ ഈ എയർ ഇന്ത്യ കയറിയപ്പോ അല്ല, നമ്മളെ ശ്രീ രാജനെ പോലെ ഒരാൾ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തരുത്. എയർ ഇന്ത്യയിലെ ജീവനക്കാർ മനുഷ്യരാണ്. അവരെ കുറച്ച് പ്രായമാകുമ്പോൾ അങ്ങ് പിരിച്ചുവിടണം എന്ന് പറയുന്നത് ശരിയാണ്? അതൊന്നും ഒരു ശരിയല്ല. ശ്രീ രാജന്റെ ആ നിലപാട് ഒട്ടും ശരിയല്ല. ഞങ്ങളിവിടെ മാധ്യമപ്രവർത്തകരിൽ ഇവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒന്നുമില്ല. അവരൊക്കെ ഞങ്ങളെക്കാൾ മുകളിലിരിക്കുന്ന ആളുകളാണ്. പലപ്പോഴും അവരുടെ നിർദ്ദേശങ്ങൾ കേട്ട് പ്രവർത്തിക്കുന്ന കരുത്തുറ്റ വനിതകളുള്ള ഒരു സ്ഥാപനമാണ് ന്യൂസ് 18. അത് എല്ലാ കാലത്തും അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാനും പറയാനും കഴിയും. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ സ്ത്രീവിരുദ്ധം അല്ല പറഞ്ഞു, ഒരു ബിസിനസ് മെന്റാലിറ്റിക്ക് വേണ്ടി ബിസിനസ് അങ്ങനെ അത്തരം ബിസിനസ്സുകളല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിലപാടുകളും വാർത്തകളും ജനങ്ങൾക്ക് മുന്നിൽ വെക്കുക, എന്നിട്ട് അവരുടെ പിന്തുണ നേടുക എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു യുവതിയെ അണിയിച്ചൊരുക്കി കൊണ്ടിരുത്തിയിട്ട് അത് ആളുകൾ കണ്ടിട്ട് വേണ്ട ആ പിന്തുണ. അല്ല, അത് ഇങ്ങനെ ഇതാണ് സന്തോഷം. നമ്മുടെ നാടിന്റെ വികസനം, പുരോഗതി, ഈ നാടുണ്ടാക്കുന്ന നേട്ടങ്ങൾ, ജനങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടായ്മകൾ, ഓരോ മനുഷ്യരുടെ പോരാട്ടം, ആ പോരാട്ടം വിജയിക്കുന്നതിൽ സന്തോഷം, അതാണ് സന്തോഷം. അല്ല, അതാണ് വാർത്താ. അല്ലതിൽ അതൊക്കെ ഇഷ്ടംപോലെ സംവിധാനം ഉണ്ടല്ലോ ശ്രീ രാജൻ. നമ്മൾ 2025-ലല്ലേ നിൽക്കുന്നത്. മറ്റു കാഴ്ചകൾ കാണേണ്ടവർക്ക് അതിന് സംവിധാനമുണ്ട്. ന്യൂസ് 18 അതിന്റെ ഇടമല്ല. ഇതിലും ഭേദം എന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നതായിരുന്നു. ഭാര്യ ഇങ്ങനെ ശ്രീ രാജന്റെ നിലപാട് ഇതാണെങ്കിൽ ഭാര്യ വഴക്കുണ്ടാക്കാത്തതിൽ തെറ്റില്ല. ശരി, നമുക്ക് വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം. ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇവരെ ആഘോഷിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം 4,73,000 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു പാവങ്ങൾക്ക്. പിന്നെ 1,70,70,000 പേർക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തു. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു. അതൊക്കെ വളരെ മോശമായിപ്പോ. ഇനിയിപ്പോ ഞങ്ങളുടെ ഗവൺമെന്റ് ഇപ്പൊ വരും. നമ്മുടെ ഇതിപ്പോ 1 വർഷം കൂടെ ഉള്ളു ഇവര്. അത് കഴിയുമ്പോ ഞങ്ങളുടെ UDF വരും. വന്നു കഴിയുമ്പോ നോക്കിക്കോ സാറ് വരാൻ പോകുന്ന 5 മുഖ്യമന്ത്രിമാരാ. പിന്നെ 10-40 പേര് മന്ത്രിമാരും ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ഇബ്രാഹിം കുഞ്ഞ്, PK കുഞ്ഞാലിക്കുട്ടി, വളരെ വലിയൊരു ഭരണമാണ് വരാൻ പോകുന്നത്. അടിപൊളി ഭരണമായിരിക്കും. വളരെ ആൾക്കാരെല്ലാം വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ KPCC ആണെങ്കിൽ 1000 വീട് പണിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. 60 പണിഞ്ഞു കൊടുത്തെന്ന് MM ഹസൻ പറഞ്ഞു. എവിടാ കൊടുത്തെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്ഥലം എവിടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും നിരവധി പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ രാജൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഇന്നത്തെ ശ്രീ രാജൻ്റെ പ്രസ്താവന അത്ര നന്നായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സുനിൽ കുമാർ എന്നോടൊപ്പം ചേരുന്നു. രാജൻ അദ്ദേഹം വിമർശിക്കുന്നു. എനിക്ക് തംസപ്പൊക്കെ തരുന്നുണ്ട്. ഓക്കെ യെസ്, മൊയ്തീൻ കുഞ്ഞ് കായംകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, വളരെ പെട്ടെന്ന് ഈ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് മറ്റടുത്ത പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് മൊയ്തീൻ കുഞ്ഞ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ഞാൻ ഇപ്പൊ മൂന്നാമത്തെ തവണ ലൈനിൽ വന്നേക്കുന്നത്. ആണോ?
അപ്പോഴേ ഇത് ഇവര് ഈ ഖജനാവ് കാലിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഇപ്പൊ ഇത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പുറത്താണല്ലോ ഇതും വരുന്നത്. അതിരിക്കട്ടെ, ഇവരുടെ മന്ത്രിസഭ മൊത്തം കുടുംബങ്ങളായിരിക്കുമല്ലോ പോകുന്നത്. 20 പേരും കാണുമല്ലോ. ഇവരെ ഇത്രയും പേരെയും കൂടെ ഈ ക്ഷേമനിധി തൊഴിലാളികൾ വഴി തിരിച്ചില്ലെങ്കിൽ അവരുടെ ഭാഗ്യം. വ്യക്തമാണ്. നമുക്ക് കുറച്ച് പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ശ്രീ മൊയ്തീൻ കുഞ്ഞിന്റെ പ്രതികരണം വ്യക്തമാണ്. ശ്രീ ഷാജി. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ഷാജി കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്ഥിരം പത്തനംതിട്ട നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, യെസ് ഷാജി. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാർ 605 കോടി രൂപ ഇപ്പൊ കടമെടുത്തേ ഉള്ളൂ. അങ്ങനെ കടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. നമ്മുടെ പൊതുകടം 2,52,000 കോടി രൂപയിലെത്തി. അതൊരു വശത്ത് ആശങ്കയായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പക്ഷേ അതുകൊണ്ട് ആഘോഷ പരിപാടികൾ കുറയ്ക്കണം എന്ന ഒരു അഭിപ്രായം ഷാജിക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് സാറേ. ഇത് ദൂർത്ത് അവസാനിപ്പിക്കണം. ദൂർത്തിന് ഒരു കുറവും അവർക്കില്ല. അവർക്ക് ഈ പണമില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും പറയുക, ആരെ കളിപ്പിക്കാൻ വേണ്ടി പറയുക? ഈ പാവപ്പെട്ടവരെല്ലാം ഈ റേഷൻ കടയിൽ നിന്ന് ഒരുപാട് അരിയൊക്കെ മേടിച്ചിട്ട് അതിനകത്തെല്ലാം പുഴുവും ചെള്ളും ഒക്കെയാ. അവരൊക്കെ കിടന്ന് തടിച്ചു കൊടുത്ത് കിടക്കുന്ന കണ്ടില്ലേ? വയനാട്ടിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അവര് കേന്ദ്രത്തിൽ കുറെ കുറ്റങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ ആശാമാര് കിടന്ന് സമരം ചെയ്യുന്നു. അവർക്ക് ഒന്നിനും പൈസ ഇല്ലല്ലോ. അവർക്ക് അതിനൊന്നിനും പൈസ ഇല്ല. ഈ ദൂർത്തടിക്കണമെങ്കിൽ ഇപ്പം തന്നെ 14 ജില്ലക്ക് ഓരോ കോടി രൂപ വെച്ച് കണക്കൂട്ടിക്കുക. 14 കോടി രൂപ പോകത്തില്ലേ? അതേ ആശാമാർക്ക് കൊടുത്തുകൂടെ? അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? അവർ ചുമ്മാ കിടന്ന് സമരം ചെയ്യുവാണോ? അല്ലല്ലോ. വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. സ്പോർട്സ് ഗുരു രമേഷ് കുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമസ്കാരം. രമേഷ് കുമാർ പറയുന്നത് ആഘോഷിക്കട്ടെ, അങ്ങനെയെങ്കിലും ആ ഹെലികോപ്റ്റർ ഒന്ന് എടുത്ത് ഉപയോഗിക്കട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഡേവിഡ് വിജയ് പള്ളുരുത്തി. ശ്രീ ഡേവിഡ് വിജയ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ഡേവിഡ് വിജയ്, ഞാനിത് വാർഷികാഘോഷം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ പ്രാവശ്യം ബസ്സും രക്ഷാപ്രവർത്തനം അടിക്കലോ അതൊക്കെ കേട്ടുപോയി. അപ്പൊ ഇനിയിപ്പോ താഴെക്കൂടി പറ്റുമെന്ന് എനിക്ക് സംശയം. ചങ്ങാതി പറഞ്ഞത് ശരി, ഹെലികോപ്റ്ററിൽ കൂടി പോകാൻ നല്ലത്. അപ്പൊ ഞാൻ എത്തുകയല്ല. ഇതെന്താ ഇതിന്റെ നിങ്ങളുടെ അടിയിലൊരു സെറ്റിംഗ്, ഒരു റൈറ്റപ്പ് ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മഴവിൽ സഖ്യം എന്താ അതിന്റെ അർത്ഥം? അല്ല, അത് മഴവിൽ സഖ്യമാണെന്നൊരു ആരോപണം. അത് ഉന്നയിച്ചു. ആശമാരുടെ സമരം ഒരു മഴവിൽ സഖ്യമാണെന്നൊരു ആരോപണം വന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയതാണ്. മഴവിൽ സഖ്യം എനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ പല രാഷ്ട്രീയ നിറമുള്ള ആളുകൾ ചേർന്ന് ഒരു സമരം നടത്തുന്നു എന്നാണ് വിമർശിച്ച ഗോവിന്ദ മാസ്റ്റർ ഉദ്ദേശിച്ചത്. എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വാർഷികം നടത്തി. ഇനിയിപ്പോ വേറൊരു സഹോദരൻ പറഞ്ഞത് ശരി തന്നെ. ഇനി വരാൻ പോകുന്നത് UDF ആണ്. അപ്പൊ UDFിനോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പ്രിയങ്കയൊക്കെ ജയിപ്പിച്ചതിന്റെ പേരിൽ അതിലും ഭയങ്കരമായിരിക്കും. കിട്ടുന്ന ഫണ്ട് കൂടി കിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ സഹോദരിമാരാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ ഗതികേട്. ഏതായാലും ശ്രീ ഡേവിഡ് വിജയ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അടുത്ത പ്രേക്ഷകൻ ശിവജി. ശ്രീ ശിവജിയെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു ശ്രീ ശിവജി തിരക്കിൽ പെട്ടുപോയി കാണുമെന്ന്. അങ്ങനെ തിരക്കിൽ പെട്ടതാണോ ശ്രീ ശിവജി? തിരക്കില റബ്ബർ വെട്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറേ പ്രേക്ഷകരുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സർക്കാർ 4ാം വർഷം ആഘോഷിക്കുമ്പോൾ ശിവജി സർക്കാരിനൊപ്പമാണോ അതോ സർക്കാരിനെതിരാണോ? എനിക്ക് പറയാനുള്ള മനസ്സാറിന് ഈ ഈഗോ പ്രശ്നം ഇല്ലെങ്കിൽ ഇന്നലത്തെ ന്യൂസ് അവറില് നമ്മുടെ റെജിമോൻ കുട്ടപ്പന്റെ 1-2 വാക്കുകളുണ്ട്, അതൊന്ന് കേൾക്കണമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ പിണറായി വിജയൻ ദൂർത്ത് നടത്തുന്നതിന്റെ പ്രധാന കാരണം ഇനി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ വരില്ലെന്ന് അദ്ദേഹം അറിയാം. വന്നാൽ തന്നെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹം ഒരു MLA ആയിട്ടോ അല്ലാതൊരു പ്രജയായിട്ടോ ഈ കേരളത്തിൽ ജീവിക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഭാഗമാണിത്. ഒരു കാരണവശാലും ഇനി ഭരണത്തിൽ വരില്ല എന്നറിയാം. അഥവാ വന്നാൽ ഒരു മുഖ്യമന്ത്രി ആയിട്ട് അല്ലാണ്ട് അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങേരുടെ തന്നെ പാർട്ടിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ പോലും അദ്ദേഹം ഒരു കാരണവശാലും ജീവിക്കില്ല. അതിലേക്കുള്ള പോക്കാണ്. കിട്ടുന്ന പൈസ എല്ലാം അടിച്ചു മാറ്റും. തീർച്ചയായും വേണ്ട. ഇത് അതിനോടുള്ള വിരോധം കൊണ്ടൊന്നും പറയുമല്ല. അതിനുള്ള സമ്പാദ്യം അദ്ദേഹം ആക്കിയിട്ടുണ്ട്. അദ്ദേഹം വിവേകിന്റെ അടുത്തേക്ക് ഒന്നെങ്കിൽ പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാറുണ്ട്. കേരളത്തിൽ അദ്ദേഹം
ജീവിക്കില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റ് പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ് ഇന്ന് നമുക്ക് ശിവജി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് വീണ്ടും സംസാരിക്കാം. സെബാസ്റ്റ്യൻ ചിറമേൽ എൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് ഇലക്ഷനറിങ് ടൈമിൽ മോദി ടീം എത്ര ചിലവിട്ടു, വിസിറ്റിംഗ് PM കുഞ്ഞാലിക്കുട്ടിയൊക്കെ 5 കൊല്ലത്തിൽ പകുതി കൊല്ലം വിദേശത്തായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അവരെല്ലാം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നാണോ ഇവിടെ സെബാസ്റ്റ്യൻ ചിറമേൽ ഉദ്ദേശിച്ചത് എന്നെനിക്ക് അറിയില്ല. ഏതായാലും ദിലീപ് കുമാർ പറയുന്നത് മത സമുദായ നേതാക്കളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തമായ ഭരണമാണ് വരേണ്ടതെന്ന് പറയുന്നു. അനു കൃഷ്ണൻ പറയുന്നത് UDF ഗവൺമെൻറ് BJP ഗവൺമെൻറ് ഒന്നും വാർഷികം ആഘോഷിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ഇത് വാർഷികങ്ങളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. നമ്മുടെ കടവും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളായാൽ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു നവകേരള സദസ്സ് നമ്മൾ കണ്ടു, വലിയ പ്രതിഷേധങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. പക്ഷേ അവിടെ നിന്ന് 4ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ സർക്കാരിൻ്റെ ജനപിന്തുണ വർദ്ധിച്ചു എന്നാണോ കരുതുന്നത്, അതോ കുറഞ്ഞു എന്നാണോ ശ്രീ കൃഷ്ണൻകുട്ടി കരുതുന്നത്? അതേപ്പറ്റി പറയാനുള്ളത്, ഇന്ന് വൈകുന്നേരം എനിക്കൊരു കുഞ്ഞിന്റെ ഒരു ബർത്ത്ഡേ പങ്കെടുക്കാനുണ്ട്. കുഞ്ഞു ജനിച്ചിട്ട് 1 വർഷമായുള്ളൂ. ഇപ്പൊ LDF സർക്കാർ വന്നിട്ട് ഇപ്പൊ 4ാം വർഷമാണ്. അപ്പൊ അതൊരു ജന്മദിനം പോലെയാണ്. അത് ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കുഞ്ഞിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കില്ലേ? അതുപോലെ 4 വയസ്സുള്ള സർക്കാരിന്റെ ചെയ്തികളെ പറ്റിയിട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടും നേട്ടങ്ങളെ പറ്റി ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. LDF ആണ് ചെയ്യുന്നത്. LDF സർക്കാരല്ല. സർക്കാർ അല്ലെങ്കിൽ പിന്നെ ക്യാബിനറ്റ് എന്തിനാണ് അംഗീകാരം കൊടുക്കുന്നത്? ഞാൻ അറിയാൻ ചോദിക്കുന്നു. സർക്കാർ മന്ത്രിമാർക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജില്ലാ ചുമതലയുള്ള മന്ത്രി ചെയർമാനും ജില്ലാ അതോ ആണെങ്കിൽ തന്നെ സർക്കാരിനുള്ള അതിലുള്ള എല്ലാ അവകാശങ്ങളും അല്ല ആണെങ്കിൽ തന്നെ എന്നല്ല, ഇതിന്റെ ജനറൽ കൺവീനർ ജില്ലാ കലക്ടറാ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സർക്കാർ ഇന്ത്യയിൽ ഇല്ല, വേറെ സർക്കാർ സംസ്ഥാന സർക്കാർ ഇല്ല. അറിയോ എന്താന്ന് വെച്ചാല് ഈ വരുന്ന കേരള പിറവി ദിനത്തിൽ ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് കേരളം. അതറിയാമല്ലോ, നിങ്ങൾ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ദളിതരും പട്ടികജാതിക്കാരുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീടില്ലാത്ത ഒരവസ്ഥ ഈ അടുത്ത നവംബർ 1 കൂടി ഇല്ലാതാവുന്നു. ആഘോഷിക്കണോ വേണ്ടിയോ? പിന്നെ ഇനി പറയട്ടെ ഞാൻ കട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നോട്ടൊന്ന് പറയുന്നത്. ഞാൻ 2 സെന്റൻസ് അഭിപ്രായം പറഞ്ഞാൽ മതി, അപ്പൊ പിന്നെ തർക്കമില്ലല്ലോ. അതാ ഞാൻ മോഡി ചെയർമാനായ കേന്ദ്രത്തിലെ സ്ഥാപനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് പ്രഖ്യാപിക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും എല്ലാ പുരോഗമന കാര്യങ്ങളുടെയും 1ാം സ്ഥാനം കേരളത്തിനാണ് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കൽ പോലും കേരളം പുറകിലോട്ട് പോയിട്ടില്ല. മുന്നോട്ടേ പോകുന്നുള്ളൂ. ഓരോ പ്രാവശ്യത്തെ ഇൻഡെക്സിന്റെ മാർക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ 1ാം സ്ഥാനം കിട്ടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് എത്രയായിരുന്നു അതിൽ കൂടുതൽ മാർക്ക് നേടിയാണ് പിന്നെ 1ാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യം ഏത് ഐറ്റം എടുത്തോളൂ, ഏത് മേഖല എടുത്തോളൂ. അങ്ങനെയുള്ള സർക്കാരിനാണ് നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാനും ആഘോഷിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് അസൂയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്, അത് കുശുമ്പുള്ള ആൾക്കാരാണ് ഈ എതിരായിട്ട് പറയുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ അജിത് കുമാറാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് അജിത് കുമാർ വിളിക്കുന്നത്. ശ്രീ അജിത് കുമാർ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് വള്ളക്കടവ് നിന്നാണ്. വള്ളക്കടവ്. ഓക്കെ, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ വാർഷികാഘോഷം വിവാദമാകുമോ എന്നാണ്. വിവാദമാകുമോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ഇവിടെ അവര് പ്രഖ്യാപിച്ച ഇടത് സർക്കാർ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പദ്ധതി പൂർത്തിയാക്കി അവര് നടപ്പിലാക്കി എന്ന് അവകാശപ്പെടാൻ ഈ ആഘോഷവേളയിൽ സാധിക്കും? ഇതാണ് എന്റെ ചോദ്യം. അവരായിട്ട് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി, ജനക്ഷേമകരമായിട്ട് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി അവർ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി എന്ന് പറയാൻ പറ്റുമോ? ഇത് വെറും ദൂർത്തടിക്കുന്ന സർക്കാരാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ദൂർത്തടി മാത്രമാണ് അവരുടെ മോട്ടോ, അജണ്ട. ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വീണ്ടും ആഘോഷം കൊണ്ടുവരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബസ്സിൽ കയറി യാത്ര ചെയ്തതുപോലെ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ. വേറെ വിശേഷമൊന്നുമില്ല. താങ്ക് യു സോ മച്ച് ശ്രീ അജിത് കുമാർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ബാലൻ KG പറയുന്നത് CPO റാങ്ക് ഹോൾഡേഴ്സ് വെയിറ്റിംഗ് ഫോർ എ ജോബ് അവോയ്ഡഡ്
ദിസ് യാത്ര ആൻഡ് ഗിവ് ജോബ് ഫോർ PSC റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. ബാലൻ KG, എനിക്ക് തോന്നുന്നു ബാലൻ KG റാങ്ക് ഹോൾഡർ ആയി ജോലിക്കായി കാത്തിരിക്കുന്നയാളാണെന്ന് തോന്നുന്നു. തോമസ് KC പറയുന്നു അതൊരു മുൻകൂർ ഏപ്രിൽ ഫുൾ ആയിപ്പോയി എന്ന് പറയുന്നു. ഓക്കെ, ഗോളാന്തരം പറയുന്നു ജയൻ ഐ എം ഗോയിങ് ടു ട്രൈ എന്ന് പറയുന്നു. തോമസ് മാത്തൻ പറയുന്നു മയക്കുമരുന്നിൽ ഒന്നാമതായി കൊലപാതകങ്ങളിലും പിന്നോട്ടല്ല എന്ന് പറയുന്നു. പാൻ ഇന്ത്യൻ എന്ന് പരിഹസിക്കുന്നു രതീഷ് KS. കൃഷ്ണൻകുട്ടി എനിക്ക് 3 വാടകയുണ്ട്, എല്ലാവർക്കും വീട് കൊടുക്കല്ലേ എന്ന് ജോസഫ് KM പറയുന്നു. ഓക്കെ, എല്ലാവർക്കും വീട് കൊടുത്തു കഴിഞ്ഞാൽ വാടക വീട് കൊടുക്കുന്ന ആളുകൾ പ്രയാസത്തിലാകുമെന്നാണ് ജോസഫ് KM പറയുന്നത്. ഓക്കെ, മറുപടിയല്ല, ഞാൻ എല്ലാ അഭിപ്രായങ്ങൾക്കും മറുപടി പറയില്ലേ. ജോസഫ് എന്നോട് ചോദിക്കുന്നത് എന്താ അജിത് കുമാറിന് മറുപടി പറയാത്തതെന്ന്. എനിക്ക് എല്ലാ അഭിപ്രായങ്ങളോടും യോജിപ്പുണ്ടാകും വിയോജിപ്പുണ്ടാകും, ഞാൻ അതങ്ങനെ പ്രകടിപ്പിക്കാറില്ല. പക്ഷേ എന്നോട് ചില അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അത് കലാപം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അത് എൻ്റെ അറിവില്ല അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പൊതുവേ ആളുകളുടെ കമൻറ്റ് കേൾക്കാൻ നിൽക്കുന്ന എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. നമുക്ക് പെട്ടെന്ന് മടങ്ങിയെത്താം. ഈ വിഷയം കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ടെന്നറിയാം. ഒരു ഷോർട്ട് ബ്രേക്ക്, ചെറിയ ഇടവേള. പൊതുവേദി തുടരുകയാണ്. കൃഷ്ണൻകുട്ടി മണിമലയെ പിന്തുണയ്ക്കുകയാണ് നമ്മുടെ ഷാജി ഭാസ്കർ. അദ്ദേഹത്തിന് ഒരു തംസപ്പൊക്കെ അയച്ചിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് ഇപ്പോൾ ധാരാളം ആരാധകർ വന്നു തുടങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും എന്നെപ്പോലെ ആളുകളുടെ പിന്തുണ നേടുന്നു എന്നത് ചെറിയ അസൂയാവഹമായ ഒരു കാര്യമാണ്. റഷീദ് നമുക്കൊപ്പം ചേരുന്നത് ഉണ്ട്. ശ്രീ റഷീദ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ റഷീദിന് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറയാം. യെസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ വാർഷികാഘോഷം എങ്ങനെ പര്യവസാനിക്കും എന്നാണ് ശ്രീ റഷീദ് കൊയിലാണ്ടിയിലെ മറ്റാളുകളും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? ഹലോ, കേൾക്കുന്നുണ്ട് മനു. സർവ മേഖലകളിലും അമ്പയെ പരാജയപ്പെട്ട ഒരു സർക്കാർ, സാധാരണക്കാരായ ആളുകളിൽ ഒറ്റപ്പെട്ടുപോയ ഒരു സർക്കാർ ഇന്ന് നിലനിൽക്കുന്നത് സ്തുതിപാഠകരുടെയും സൈബർ സഖാക്കളുടെയും കൂടെ നിന്നുകൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാ മേഖലകളിലും അമ്പെ പരാജയപ്പെട്ട വൻ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ. നമുക്കറിയാലോ, സെക്രട്ടേറിയറ്റ് നടയിൽ 40 ദിവസത്തോളമായി ആശാ വർക്കർമാർ ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നു. അവരെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല, മാത്രമല്ല പരിഹസിക്കുക കൂടി ചെയ്യാണ്. അതേപോലെ അംഗനവാടി ടീച്ചർമാർ, KSRTC ഡ്രൈവർമാർ, പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും അതേപോലെ വൃദ്ധജനങ്ങളുമൊക്കെ അവരെ പെൻഷൻ കിട്ടാതെ നരകിക്കുന്നു. ഇങ്ങനെ എല്ലാ തലത്തിലും എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായ ഒരു സർക്കാർ, ദൂർത്താണ് അവരുടെ മുഖ്യം, ദൂർത്തടിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2ാം പിണറായി സർക്കാരിന്റെ ഈ ആഘോഷ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അത് നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും പറയാതിരിക്കാൻ കഴിയില്ല. ഈ നിലയിലാണ് ഈ സർക്കാരിനെ മുന്നോട്ട് പോകുന്നതെങ്കിൽ ബംഗാൾ ഇവർക്കൊരു പാഠമാക്കേണ്ടതാണ്. വ്യക്തമാണെന്ന് നമുക്ക് നിറയെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ശ്രീ റഷീദുമായി കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത. വളരെ വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. തോമസ് KC എനിക്കാണോന്നറിയില്ല, ഒരു നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഗോളാന്തരത്തിനാണോന്നറിയില്ല. പൊതുവേദിയിൽ ഗോളാന്തരം ചില കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. തോമസ് മാത്തൻ പറയുന്നു ദൂർത്തടിക്കാനും പാർട്ടി പരസ്യങ്ങൾക്കുമേ ഖജനാവിൽ പണമുള്ളൂ, ബാക്കി എല്ലാത്തിനും കേന്ദ്രം തരണം, പൊതുജനത്തെ വിഡികളാക്കുന്ന സർക്കാർ എന്നാണ്. അല്ല, ഇനി ഈ സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിന് കേന്ദ്രം പണം തരണമെന്ന് കൂടി അപേക്ഷിക്കരുത്. അത് ഒരു പക്ഷേ അത് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ശശി ബാലകൃഷ്ണൻ പറയുന്നത് ആശാ വർക്കർമാരെ ഒന്നും കേൾക്കാൻ പോലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ സർക്കാർ തയ്യാറാകുന്നില്ല, ഈ സർക്കാർ മാഫിയയുടെ കൂടെയാണ് എന്ന് ജനത്തിന് തോന്നി തുടങ്ങി എന്നാണ് ശശി ബാലകൃഷ്ണൻ പറയുന്നത്. മാഫിയ. ശിവദാസൻ ബാലരാമപുരത്ത് നമുക്കൊപ്പം ചേരുന്നു. ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങക്ക് ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ടോ? നമസ്കാരം. അതായത് നമ്മളെ ഈ പ്രദേശ് ഗവൺമെന്റ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ വാർഷിക കൊണ്ട് ആഘോഷിക്കുന്നത് ഓരോ വ്യക്തിഗത കോടികൾ ലക്ഷങ്ങളും വാങ്ങാനുള്ള ചാൻസ് ആണ്. പണ്ടേ അറിയാം, SNDP പേ കാണും, ഇന്നസെന്റ് ആൾക്കാരെ പേ കാണും, അവിടെ വ്യവസായികളെ പേ കാണും, അവരെയൊക്കെ പേ MLAമാരും പ്രസിഡന്റുമാരും രാവിലെ കത്ത് കൊണ്ടുപോകും. ഇത്ര മണിക്ക് അവിടെ വരണം, നിങ്ങൾ വന്ന് കയറണം, നിങ്ങൾക്ക് സീറ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് 5000 പിരിച്ച് വാങ്ങിച്ച് അവർ നടത്തുന്ന ഒരു പരിപാടിയാണ് അത്. ഇരുന്നോട്ടെ, ഞാൻ ഒന്ന് ചോദിക്കുന്ന ഒരു കാര്യം,
ഈ ഇരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ MLA-മാരും മന്ത്രിമാരും എന്താ ഉദ്ദേശം? അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടോ അവർക്ക്? അത് ഈ പാവപ്പെട്ടവന്റെ പാർട്ടിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും ആയിട്ട് 8-ാം വർഷം 9-ാം വർഷമൊക്കെ വരുമ്പോ ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് സാറേ ഇവർ ഇങ്ങനെ ആഘോഷിക്കുന്നത്? ഇവർക്ക് മനസാക്ഷി ഇല്ലേ? കൂടുതൽ സമയം പറയും, ഇവർക്ക് മനസാക്ഷി ഇല്ലേ? വ്യക്തമാണ്. എന്താ നമുക്ക് ഇനിയും കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി ശിവദാസൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. മറ്റേ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ ദീപും കൂടി ചേരുന്നുണ്ട്. ദീപു, നമുക്ക് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് സമയം ഇങ്ങനെ ചുരുക്കി വെക്കുന്നത്. ദീപു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സർക്കാരിന് ഇതിനുള്ള അവകാശം ഇല്ലേ? അല്ല, ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ ശ്രോതാവ് പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഈ ന്യൂസ് ഒന്നും കിട്ടാത്തതാണോ മനു? എനിക്കറിയില്ല അത്. കാരണം നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല. അപ്പം അത് നിങ്ങൾ പരാജയമാണെന്നാണ് ശിവദാസൻ എന്ന് പറയുന്ന ആള് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ നെഹ്റു പണ്ട് ചത്ത കഴുത എന്ന് പറഞ്ഞിട്ടുണ്ട് ലീഗിനെ. അങ്ങനെ ലീഗിന്റെ ഒരാൾ വന്നിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സർക്കാരെല്ലാം പരാജയമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞോട്ടെ, അതിനകത്ത് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അദ്ദേഹത്തിന് അതാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ അഴിമതിയാണെന്ന് പറഞ്ഞു. അപ്പൊ അഴിമതിയാണ് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ. അപ്പൊ ഈ അഴിമതിയൊക്കെ കണ്ടുപിടിക്കാനല്ലേ ദേശീയ കേന്ദ്ര ഏജൻസികളൊക്കെ വന്നത്? ഏതെങ്കിലും ഒരു ഏജൻസി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഈ പറയുന്ന നിയമസഭയിൽ പ്രതിപക്ഷം ഉണ്ടല്ലോ, ഈ പ്രതിപക്ഷത്തിന് അവിടെ കൊണ്ടുവന്ന് ടേബിൾ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു പുറത്തവർ പറയുന്നുണ്ടായിരിക്കും, അവിടെ ടേബിൾ ചെയ്ത ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒന്നുമില്ലാതെ കേന്ദ്ര ഏജൻസികൾ ഈ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2ാം വർഷവും 3ാം വർഷവും ഇവിടെ ആഘോഷിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. 2ാം വർഷവും 3ാം വർഷവും വളരെ ലഘുവായിട്ടാണ് ആഘോഷിച്ചത്. 4ാം വർഷത്തിൽ ഒരു സർക്കാർ പോകുമ്പോൾ ആ സർക്കാർ നിശ്ചയമായിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് അവർ പോകും, അവർ കൊടുത്ത വാഗ്ദാനങ്ങളെ കുറിച്ച് പറയും, അവരുടെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കും. ഇതൊക്കെ കൂടിയാണ് അതിന് ചെലവെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ 2022-24 വർഷത്തെ 2 വർഷത്തെ മാത്രം 268 കോടി രൂപ എങ്ങാണ്ടാണ് വിദേശത്ത് പോയി വരുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ദിവസം സെക്യൂരിറ്റി ചെലവ് എത്ര 1.62 crore. അതൊക്കെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ അത് നേരെ ട്രാൻസ്ഫർ ചെയ്ത് ചീഫ് മിനിസ്റ്ററുടെ ലെവലിലേക്ക് വന്നാൽ അത് ദൂർത്താന്ന് പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ദൂർത്ത് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഏത് സർക്കാരാണ് നീതി പണം വെച്ചത്? അത് നമ്മുടെ കയ്യിൽ എക്സസ് പണം ഇരുന്നിട്ട് ചെയ്യുന്നത്? എല്ലാ സർക്കാരുകളും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്, ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോക്കിൽ നമ്മളെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ പോലും സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ നികുതി വിഹിതം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതിന് ഇവിടെ കിടന്നിട്ട് എന്ത് തലകുത്തി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ വെക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം നിങ്ങൾക്ക് സമർപ്പിക്കാൻ നിയമസഭയിൽ അധികാരമുണ്ടല്ലോ. ഈ ചത്ത കഴുതയുടെ പാർട്ടിക്ക് അധികാരമുണ്ടല്ലോ. ആ പാർട്ടി അടക്കം കൊണ്ട് വെക്ക് നിയമസഭയിൽ ഇത് ടേബിൾ ചെയ്തിട്ട് പറ. വ്യക്തമാണ് ദീപു. മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഷാജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഷാജി ആർക്കൊപ്പം നിൽക്കുന്നു? ഒരു ഗവൺമെന്റ് 5ാമത് വർഷത്തിലേക്ക് കടക്കുന്നു. 5ാമത് വർഷം കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 4ാമത് വർഷം ആഘോഷിക്കുന്നതിന് എന്താ തെറ്റ്? അത് ദൂരത്താണോ എന്നുള്ളത് ഇത് അതിനു മുമ്പേ അങ്ങ് തീരുമാനിച്ച് പഴി പറയാൻ നിന്നാൽ നമുക്ക് അതിന് എന്ത് മറുപടി പറയാൻ പറ്റും? ഈ 5 വർഷം ഈ 4 വർഷം ഭരിക്കുക, അതിന് മുമ്പ് ഭരിച്ച ഒരു 5 വർഷമുണ്ട്. ആ വർഷങ്ങളിലും എല്ലാം തുടർന്ന് നടപ്പിലാക്കിയ പരിപാടികൾ ജനങ്ങളോട് ഞങ്ങൾ ഗവൺമെന്റ് നേരിട്ട് സംവേദിക്കും, പറയും. ക്ഷേമ പെൻഷൻ കൊടുത്തത് മുൻ ഗവൺമെന്റ് പെൻഡിംഗ് ആക്കിയിട്ടത്, ക്ഷേമ പെൻഷൻ 1600 രൂപ വീതം കൊടുക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തിയതാക്കിയത്, അതുപോലെ തന്നെ സ്കൂളുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്, ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്, റോഡുകൾ നന്നാക്കിയത്, വീടുകൾ കൊടുത്തത്, പവർ കട്ട് ഇല്ലാതാക്കിയത്, ഇതെല്ലാം ഞങ്ങൾ ഗവൺമെന്റ് ജനങ്ങളോടല്ലാതെ പിന്നെ എവിടെയാ പറയേണ്ടത്? നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇവർക്ക് ഇങ്ങനെ അഴിമതിയാണെന്ന് പറയുന്നതല്ലാതെ ഏതെല്ലാം ബോഡികൾ ഇവിടെ അന്വേഷിച്ചു? ഏതെങ്കിലും ഒരു തുരുമ്പ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? പിന്നെ 110 സീറ്റ് കിട്ടുമെന്നും പറഞ്ഞ് UDF കിട്ടുമെന്നും പറഞ്ഞ് ആത്മസംതൃപ്തിയിൽ ഇരിക്കുന്നവര് നമ്മുടെ പഴയ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ആത്മവിശ്വാസം കൊടുക്കണം. അദ്ദേഹം പോലും എഴുതി കഴിഞ്ഞു ഇനിയും ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന് സമാധാനം കൊടുക്കാൻ പറയണം. മറ്റ് പ്രേക്ഷകർ കൂടി കാത്ത് ഒരു നിറയെ പേരുള്ളത് കൊണ്ടാണ്. ഷാജി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് കൂടുതൽ പറയാം. അരവിന്ദാക്ഷനും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ അരവിന്ദാക്ഷന് നമസ്കാരം. ശ്രീ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ സർക്കാർ
ജനഹൃദയത്തിലാണോ അതോ ഈ സർക്കാർ വിമർശനത്തിന്റെ മുൾമുനയിലാണോ? നമസ്കാരം. ന്യൂസ് 18 ഇന്ന് ഈ സർക്കാരിന്റെ ഇന്ന് ഈ വിഷയം എടുത്തതിൽ സന്തോഷം. സർക്കാരിന്റെ വാർഷികാഘോഷം വിവാദമാകുമെന്ന് വിഷയം എടുത്തതിൽ സന്തോഷം. അതിനെ പറ്റിയൊരു സമയമല്ല ഇത്. സത്യത്തിൽ സർക്കാർ സാമ്പത്തികമായി എല്ലാ രംഗത്തും അവരുടെ പിടിപ്പുകേട് കൊണ്ട് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ആഘോഷത്തിന് ഒരു അർത്ഥവുമില്ല. സത്യത്തില് ധനപരമായി അമ്പെ പരാജയപ്പെട്ട സർക്കാർ സത്യത്തിൽ ഇത് എല്ലായിടത്തും ഖജാനയിൽ പൈസ ഇല്ല എന്ന് പറയുന്ന സർക്കാർ എന്ത് ആഘോഷിക്കുന്നു? ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഈ യുവാക്കൾ മുഴുവൻ ഇവരെയൊക്കെ കൃത്യമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഗവൺമെന്റ് അതിനൊന്നും കഴിയാതെ 8-9 വർഷമായി യുവാക്കൾ മുഴുവൻ ഏകദേശം മുഴുവൻ ഈ മയക്കുമരുന്നിന്റെയും മറ്റും പിടിയിലാകുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് നാണക്കേട. അതിനൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഗവൺമെന്റ് കുറച്ച് ഡിപ്ലോമസിയായി പെരുമാറാതെ ഈ ആഘോഷ കാലങ്ങൾ ഒരുപാട് പോയില്ലേ? ഇന്നൊക്കെ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കാലത്ത് ഈ ആഘോഷങ്ങൾക്ക് ആർക്ക് വേണം? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് കൂടുതൽ പ്രേക്ഷകർ ഉള്ളത് കൊണ്ടാണ് അരവിന്ദാക്ഷന്റെ വാക്കുകൾ വ്യക്തമാണ്. ജോസുകുട്ടി അല്ലേ? രാജുകുട്ടി, രാജുകുട്ടി, ശ്രീ രാജുകുട്ടി. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സുരേന്ദ്രൻ, കേൾക്കാമോ? നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ സുരേന്ദ്രൻ, പെട്ടെന്ന് തീർക്കാം. ഓക്കെ സാറേ, എനിക്ക് പറയാനുള്ളത് ഈ ദൂർത്തായിട്ടാണോ അതായത് ലളിതമായിട്ടാണോ നടത്തുന്നതെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല. അത് അങ്ങനെ തീരുമാനം ഞാൻ അറിയില്ല. കാരണം ഇന്ന് ഈ തീരുമാനം ഉണ്ടോ ലളിതമായ രീതിയിലാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ആ ലളിതമായ രീതിയിൽ നടക്കുന്ന ഫംഗ്ഷനിൽ എത്ര ആശാവർക്കർമാരും എത്ര അംഗനവാടി ടീച്ചർമാരും എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വരുന്നുണ്ടെന്ന് നിങ്ങൾ എണ്ണ എടുത്തിട്ട് അന്ന് പറയണം. ലളിതമായ രീതിയിൽ ദൂർത്തടിക്കുന്നോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ദൂർത്താണോ ലളിതമാണോ അറിയില്ല, പക്ഷെ എന്തായാലും വിപുലമായി നടത്താനാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കളക്ടർ അധികാരിയാണെങ്കിൽ നമ്മൾ അത് പങ്കെടുക്കുന്ന കാര്യങ്ങൾ സംസ്ഥാന തലത്തിൽ പൊതുപരിപാടിയുണ്ട്, യുവജനക്ഷേമ പരിപാടിയുണ്ട്, സാംസ്കാരിക വനിതാ വികസന SC/ST വകുപ്പുകളുടെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ട്, ഉന്നത വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ ഗവേഷണ വിദ്യാർത്ഥികളുടെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചയുണ്ട്. അങ്ങനെ പല പരിപാടികൾ. ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ സാർ. അതിന് എത്രമാത്രം പൈസ വരുന്നു? അത് ലളിതമായിട്ട് നടത്താം, ദൂർത്തായിട്ട് നടത്താം. ഈ സാറ് പറഞ്ഞത് 2 രീതിയിൽ നടത്താം. അത് ലളിതമായ രീതിയിൽ നടത്തുകയാണെങ്കിൽ അത് നല്ലത്, വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പിന്നെ നേരത്തെ പറഞ്ഞ സർക്കാർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ അത് മാധ്യമങ്ങളുടെ കുഴപ്പമാണ്. സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരുന്നതിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര മാത്രമേ പറയുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. താങ്കളുടെ അഭിപ്രായം. ചന്ദ്രൻ നായർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരും. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ തന്നെയാണ്. ശ്രീ ചന്ദ്രൻ നായർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തും സർക്കാരിന്റെ 4ാം വാർഷികത്തെ? സാർ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു സമ്പന്ന രാജ്യമല്ല, അതുപോലെ തന്നെ കേരളം ഒരു സമ്പന്ന രാജ്യമല്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തിക ഉപഭോക്താക്കളെ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് അവരെ ഉപദേശിച്ചിട്ട് പരമാവധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെലവ് കുറച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ തന്നെ ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്ന 990 കോടി രൂപ വീണ്ടും കടം കൊടുക്കുന്നു. ഈ കടം ആര് വീട്ടും സാർ? ഒരൊറ്റ ചോദ്യം സാറിന് ഒന്നും മറുപടി പറഞ്ഞു സാർ. ഈ കടം ആര് വീട്ടും? നമ്മൾ തന്നെ വീട്ടണം. നമ്മൾ കടം വാങ്ങിച്ചാൽ പിന്നെ വേറെ ആരെങ്കിലും ഒന്ന് വീട്ടുമോ? ആരും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വ്യക്തമാണ്. എന്നോട് പിന്നെ ഷാജി കൊല്ലം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ചെറമേലും ഒക്കെ നമ്മുടെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഷാജിക്ക് എന്ത് തോന്നുന്നു? ഈ പരിപാടിയിൽ പങ്കെടുക്കാനാണോ താല്പര്യം, അതോ ഇത് ദൂർത്താണെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണോ താല്പര്യം? എനിക്ക് തോന്നുന്നു ഷാജി TV ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഫോണിലൂടെ എന്നോട് സംസാരിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകും. ഓക്കെ, ഷാജിക്ക് എന്തോ ഹലോ, കേൾക്കാം, പറയൂ. കേക്കാവോ? ഹലോ സാറേ, കേക്കാവോ? കേക്കാവോ? ഹലോ, കേൾക്കാം. സാറേ, എനിക്ക് പറയാനുള്ളത് ഏതൊരു ഗവൺമെന്റും അവരുടെ അവസാന വർഷമല്ല ഏതൊരു വർഷവും ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കാനുള്ള സംഭവം വേണ്ടേ? അഴിമതി ഇല്ലാത്തൊരു ഗവൺമെന്റ് എല്ലാം ആഘോഷിക്കാനൊക്കെ. അപ്പൊ അഴിമതി ഇല്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് ആഘോഷിക്കുന്നത്. ഷാജി TV ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ സമയപ്രശ്നം. അഴിമതി ഇല്ലാത്തൊരു വർഷമായെങ്കിൽ മാത്രമേ അവർക്ക് ആഘോഷിക്കാനൊക്കത്തുള്ളൂ. അപ്പം 1ാം പിണറായി ഗവൺമെന്റിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ വലിയ രീതിയിൽ വന്നതുകൊണ്ടാണ്. വ്യക്തമാണ്. തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തങ്കച്ചൻ. നമസ്കാരം സാറേ. നമസ്കാരം. സാറേ, എനിക്ക് പറയാനുള്ളത് ഈ ഭാഷയും കൊണ്ടാടുമ്പോൾ അവരാരും ആഘോഷം എടുക്കരുത്.
ഇവിടെ മയക്കുമരുന്ന് വേട്ട, കൊള്ള, കരിഞ്ചന്ത, എന്തെല്ലാം പ്രശ്നങ്ങൾ, ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്നും നോക്കാതെ നിങ്ങൾ ഈ അവതരണം നടത്തുന്നത് ഒരു ശരിയായ നടപടിയല്ല. കാരണം സർക്കാർ നിങ്ങൾക്ക് പുകഴ്ത്താൻ നിങ്ങൾക്ക് എപ്പോഴും ചാനലിനാണ് ആവശ്യം, ചാനലിന്റെ പ്രശസ്തിയാണ് ആവശ്യം. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സർക്കാരിനെ പുകഴ്ത്തി തന്നെയാണ് ഇപ്പൊ ഈ ഭാഷ ആഘോഷം നടത്തുന്നത്. ഇതെല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാനെവിടെ പൂഴ്ത്തി? ഞാൻ സർക്കാരിന് തന്ന വാർത്താക്കുറിപ്പ് അതുപോലെ വായിക്കില്ല. ഇത് അല്ലാതെ ഇതൊരു മഹത്തായ കാര്യമാണ്, കേരളത്തിലെ ജനങ്ങളെ ഇതാ ഉദ്ബോധരാകും എന്ന് ഞാൻ പറഞ്ഞോ? 9 വർഷം ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് വാഴ്ത്താനാണെങ്കിൽ ഇവിടെ നിന്ന് അരമണിക്കൂർ വാഴ്ത്തിയാൽ പോലെ. ഞാനിതൊരു പൊതുവേദി ഒരു വിഷയമാക്കി എടുക്കുകയാണ്. പ്രേക്ഷകർ എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. രാജൻ കൊല്ലം വന്ന ഒരാൾ രാജൻ കൊല്ലത്തിന്റെ അഭിപ്രായം പറയും, അങ്ങയുടെ അഭിപ്രായം പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. ഞാൻ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാറില്ല. പിന്നെ മാധ്യമങ്ങളെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലോ ന്യൂസ് 18നോ എന്തെങ്കിലും വിമർശനം വരുമ്പോൾ ഞാൻ അതിന് മറുപടി പറയുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും ചാനലുകൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണ് സാറിനെ. തീർച്ചയായും സാറിന്റെ അഭിപ്രായങ്ങൾ എപ്പോഴും ബഹുമാനിക്കുന്ന ആളാണ്. അതായത് സാർ എല്ലാത്തിനും പ്രതികരിച്ചെങ്കിലും ന്യായമായ ആവശ്യങ്ങൾ പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ട് സാറിനെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ അപ്പൊ ഓരോരുത്തർ അഭിപ്രായം പറയുമ്പോൾ നമ്മൾക്ക് പറയാൻ രാജൻ കൊല്ലം പറഞ്ഞു അവരുടെ ഫോൺ കട്ട് ചെയ്യണം. കാരണം എത്രയും മറ്റുള്ളവരുടെ സാർ ശ്രീ രാജൻ കൊല്ലം നമ്മുടെ പൊതുവേ തുടങ്ങിയ കാലം തൊട്ടുള്ള ആൾ അല്ല. ശ്രീ തങ്കച്ചൻ, അത് ഇപ്പൊ ശ്രീ തങ്കച്ചനും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. രാജൻ കൊല്ലം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. രാജൻ കൊല്ലം തുടക്കം തൊട്ടുള്ള ആളാണ്. അപ്പൊ ചില ഘട്ടങ്ങളിൽ പൊതുവേദി ചില ഘട്ടങ്ങളിൽ ഇടപെടുന്ന എവിടെയാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾക്കൊരു സർക്കാരിനെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും. അത് ഞാൻ തിരുത്തേണ്ട കാര്യമില്ല, അയാളുടെ ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ അഭിപ്രായം വേറെ ആയിരിക്കും. പക്ഷേ നമ്മളെല്ലാവരും ഒരേപോലെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെക്കുറിച്ചാകുമ്പോൾ, ഞങ്ങളുടെ ജീവനക്കാരെ കുറിച്ചാകുമ്പോഴൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളത് കൃത്യമായി അതിൽ ഒരു അഭിപ്രായം പറയും. അത് അത്രയേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏത് മേഖലയിലാണ് സർക്കാരിനെ പ്രകീർത്തിക്കണ്ടേ? കാരണം ഇപ്പൊ പെച്ചച്ചട്ടി കൈയിട്ട് വരുന്നില്ല നടക്കും സർക്കാർ. ആർക്കെങ്കിലും ശമ്പളം ഉണ്ടോ? ആർക്കെങ്കിലും തൊഴിലുണ്ടോ? ആർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കാണിക്കാൻ പറ്റുമോ? ഇവർ ഈ ദീപവും വന്ന് പ്രശംസിച്ച് അതിനെ നിങ്ങൾ പ്രശംസിക്കുന്നു. ഞാൻ പ്രശംസിക്കുന്നില്ല, അല്ല ഈ തങ്കച്ചൻ, ഞാൻ ആരെയും പ്രശംസിക്കുന്നു. ദീപു ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അയാളുടെ അഭിപ്രായം പറയുന്നു, അങ്ങയുടെ അഭിപ്രായം പറയുന്നു. അത് ഞാൻ അതിൽ അങ്ങയെ പുകഴ്ത്തുകയോ അങ്ങയെ തള്ളികളയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങേക്ക് പറയാം, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയാം. ഒരു കാര്യം സാർ, ഒരു കാര്യം, ഈ കേരള സംസ്ഥാന ബാങ്കിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ച് ഈ അടുത്ത കാലം എന്തെങ്കിലും ഒരു നിങ്ങൾ അങ്ങ് ഇത് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തന്നാൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് പോലീസിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ എല്ലാം അല്ല, അങ്ങക്ക് ഇതൊക്കെ ബാങ്കിൽ അഴിമതി നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ വിപുലമായി നമുക്ക് എടുക്കാവുന്ന ഒരു വിഷയമാണ്. അതിന്റെ നമുക്ക് വെറുതെ ആളുകളെ ബാങ്കിൽ അഴിമതി നടക്കുന്നു പറയാൻ പറ്റില്ല. തെളിവുണ്ടെങ്കിൽ നമുക്ക് അരിവന്നൂരിനെ പറ്റിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വാർത്ത കൊടുത്തു, ചർച്ച ചെയ്തു, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലടക്കപ്പെടുത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാണ്? അത് ജനങ്ങളുടെ മുന്നിൽ വലിയ വിശാലമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. അത് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, വർഗീസ് എന്ന അവസാന കോളർ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ട്. ശ്രീ വർഗീസ്, ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ ഒന്ന് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാക്കാവുന്നതാണ്. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാവപ്പെട്ട ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുത്തു. ലൈഫില് ഒരുപാട് വീട് ഈ ഗവൺമെന്റ് പണിത് കൊടുത്തു. ഇത് കാണാൻ പോലും കഴിയാത്തവർ വൈകിട്ട് വന്നിരുന്ന് ചാനലിൽ വന്ന് ഗവൺമെന്റ് വിമർശിക്കുക, പാർട്ടി വിമർശിക്കുക. ഇതിവരുടെ ചെറും തൊഴിലാണ്. ആശാ വർക്കറുടെ കാര്യം ഇവർ പറഞ്ഞ് കണ്ണീർ ഒഴുക്കുമ്പോ ഇവര് ഭരിച്ചപ്പോ എത്ര കൊത്തേന്ന് ഇവർ ചിന്തിക്കണ്ടോ? എന്നിട്ടാണോ ഇവര് പറഞ്ഞത്? കഴിഞ്ഞ മാർച്ച് മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ഈ ഗവൺമെന്റ് ഇടയ്ക്ക് ഓണത്തിന് ഇതിനൊക്കെ ആഘോഷത്തിന് ഒരു മാസം കൂട്ടിയും വെച്ച് കൊടുക്കണ്ട്. വെറുതെ വന്നിരുന്നു. നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഓക്കെ, വർഗീസ് പെരുമ്പാവൂർ, അദ്ദേഹം സർക്കാരിനൊപ്പം നിൽക്കുന്നു. അഷ്റഫ് AP പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയും സാധാരണക്കാരന്റെ ജീവിത സാഹചര്യം എവിടെയാണ് നിൽക്കുന്നത്? 500 രൂപയ്ക്ക് കടയിൽ എന്ത് കിട്ടും? സാധാരണക്കാരൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്ന നിരവധി കമൻറ്റുകളുണ്ട്. അതിൽ നമുക്കിന്ന് ഈ വിഷയം കുറച്ചുകൂടി വലുതാണ്. നിറയെ പ്രേക്ഷകരുണ്ടായിരുന്നു, നിരവധി പേർക്ക് അഭിപ്രായം പറയാനുണ്ട്. നമുക്ക് ഈ വിഷയം വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ യൂട്യൂബിൽ ഈ വിഷയം പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. ഇത് വിവാദങ്ങളിൽ ഇടം പിടിക്കുമോ എന്ന ഒരു വലിയ ചോദ്യം നമ്മൾ വെച്ചിരുന്നു. അതിൽ ചോദിച്ച ചോദ്യം, സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വേണോ വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ 83% ആളുകളും വേണ്ട എന്ന നിലപാടാണ് പറയുന്നത്. ഓക്കെ, യെസ്, ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.